ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ രാജ്യാന്തര കണ്ണികളും കേരളത്തിൽ നിന്ന് സിം കാർഡുകൾ ചൈനയിലേക്ക് എത്തിക്കുന്നു. തട്ടിപ്പിനായി വിദ്യാർത്ഥികളെ കൊണ്ട് സിം കാർഡുകൾ എടുപ്പിച്ച് ഏജന്റുമാർ വഴി വിദേശങ്ങളിലേക്ക് എത്തിക്കുകയാണ്. 1 ലക്ഷത്തിലധികം സിം കാർഡുകൾ ഇത്തരത്തിൽ രാജ്യാന്തര തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്തിയതായും ഇഡിയുടെ കണ്ടെത്തൽ. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകളെ കുറിച്ചുള്ള ഇഡി അന്വേഷണത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യാന്തര ബന്ധങ്ങളുള്ള സംഘങ്ങളാണ് വ്യാജ ട്രേഡിംഗ് ആപ്പുകൾക്ക് പിന്നിലെന്ന സൂചന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തമാക്കാനും സിം കാർഡുകൾക്കുമെല്ലാം വിദ്യാർത്ഥികളെയാണ് തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനായി ഏജന്റുമാർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വിലാസങ്ങളിലും ആധാർ കാർഡുകളിലുമായി 1 ലക്ഷത്തിലധികം മൊബൈൽ സിം കാർഡുകൾ സംഘം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിലധികവും ചൈനയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്കും സിം കാർഡുകൾ പോയിട്ടുണ്ട്. ചെറിയ തുകകൾ വാഗ്ദാനം ചെയ്താണ് വിദ്യാർത്ഥികളെ കൊണ്ട് സിം കാർഡുകൾ എടുപ്പിക്കുന്നത്. രാജ്യാന്തര സംഘങ്ങളുടെ ഇടപാടുകൾ കൂടി കണ്ടെത്തിയതോടെ ഇഡി അന്വേഷണം ഊർജിതമാണ്. വ്യാജ ട്രേഡിംഗ് ആപ്പുകളിൽ പണം നിക്ഷേപിച്ച് കോടികൾ പലർക്കും നഷ്ടമായിരുന്നു. നിലവിൽ ലഭിച്ച 4 പരാതികളിലാണ് ഇഡി അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള മൂൾ അക്കൗണ്ടുകളിലും വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമുണ്ട്. പ്രശസ്ത ട്രേഡിംഗ് ആപ്പുകളുടെ വ്യാജ പതിപ്പുകൾ തയ്യാറാക്കി നിക്ഷേപത്തിന് വൻ ലാഭങ്ങൾ വാഗ്ദാനം ചെയ്ത് വലിയ തുകകൾ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചാണ് തട്ടിപ്പുകൾ. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇഡി അന്വേഷണവും നടക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി നടന്ന തട്ടിപ്പുകളിൽ 12 കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായിരുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.